ഹലോ സ്റ്റുഡൻസ്, ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് കമൻറ്റ് ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂം പൈപ്പ് ഈസ് ഓൾസോ നോൺ ആസ് കോൺക്രീറ്റ് പൈപ്പ്. ഹ്യൂം പൈപ്പിൻ്റെ വേറൊരു പേരാണ് കോൺക്രീറ്റ് പൈപ്പ്. ഓക്കെ, ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് പൈപ്പ്സ് ആർ. ഏതൊക്കെയാണ് കോൺക്രീറ്റ് പൈപ്പ്സിൻ്റെ കേസാണെങ്കിലും അല്ലാതെയാണെങ്കിലും. പ്ലെയിൻ കോൺക്രീറ്റ് PCC ആൻഡ് RCC. PCC ഉണ്ട്, RCC ഉണ്ട്. ഓക്കെ, ഇനി RCC എന്ന് പറഞ്ഞാൽ എന്താണ്? RCC മീൻസ് റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. കമ്പി എന്നല്ല, റെയിൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയൽ എന്തെങ്കിലും അകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന കോൺക്രീറ്റിനാണ് നമ്മൾ RCC എന്ന് പറയുന്നത്. PCC കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഇനി പ്ലെയിൻ കോൺക്രീറ്റ് പൈപ്പ്സ് മേ ബി യൂസ്ഡ് അറ്റ് സച്ച് പ്ലേസസ് വെൻ വാട്ടർ. ഈ പ്ലെയിൻ കോൺക്രീറ്റ് PCC പൈപ്പ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? വാട്ടർ ഡസ് നോട്ട് ഫ്ലോ അണ്ടർ പ്രഷർ ഇല്ലാതെയാണ് വെള്ളം പോകുന്നതെങ്കിൽ PCC ഉപയോഗിക്കാം. പ്രഷറുള്ള സ്ഥലത്ത് വാളിൽ പ്രഷർ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇനി PCC എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? PCC ജോയിൻ ചെയ്യുന്നത് ബെൽ ആൻഡ് സ്പിഗോട്ട് ജോയിൻ്റ് ആണ്. ബെൽ ആൻഡ് സ്പിഗോട്ട് ജോയിൻ്റ് ആണ്. ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് ഒരു എൻഡ് വേറെ എൻഡ് കയറ്റി വെച്ചെടുക്കും. നമ്മൾ ആസ്ബറ്റോസ് സിമെൻറ്റ് പൈപ്പിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കമൻറ്റിൽ ഇടാം. ഓക്കെ, ഇനി ബെൽ ആൻഡ് സ്പിഗോട്ട് ജോയിൻ്റ്. ഓക്കെ, ഇനി പ്ലെയിൻ കോൺക്രീറ്റ് പൈപ്പ്സ് ആർ യൂസ്ഡ് അപ് ടു. ഏത് സൈസ് വരെയാണ് PCC പൈപ്പ് ഉപയോഗിക്കുന്നത്? 60 സെൻറ്റിമീറ്റർ വരെയാണ് PCC ഉപയോഗിക്കുന്നത്. അപ് ടു സെൻറ്റിമീറ്റർ ഡയ. ഓക്കെ, ഡയാണിത്. അപ്പം ഡയ 60 സെൻറ്റിമീറ്റർ വരെയാണ് PCC പൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി RCC പൈപ്പ്സ് ഹാവിങ് ഫാബ്രിക്കേറ്റഡ് റെയിൻഫോഴ്സ്മെൻറ്റ് ആൻഡ് കാസ്റ്റ് ബൈ. അപ്പം ഈ RCC റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? സെൻട്രിഫ്യൂഗൽ മെത്തേഡാണ്. സെൻട്രിഫ്യൂഗൽ മെത്തേഡ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു റോട്ടറി ചേമ്പറിനകത്ത് ഇട്ടിട്ടാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ എല്ലാ സ്ഥലത്തും യൂണിഫോമായിട്ട് കോൺക്രീറ്റ് എത്തുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രീകാസ്റ്റ് RCC പൈപ്പ്സ് ആർ മാനുഫാക്ചേർഡ് ഇൻ. പ്രീകാസ്റ്റ് പൈപ്പ് എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുക? അറ്റ് സൈറ്റ് ആണോ അല്ലെങ്കിൽ ഫാക്ടറി ആണോ? ഉത്തരം ഫാക്ടറിയാണ്. ഫാക്ടറിയിൽ നിന്നാണ് പ്രീകാസ്റ്റ് പൈപ്പ്സ് മാനുഫാക്ചർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, റേഷ്യോ സിമെൻറ്റ് സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് ഇൻ RCC പൈപ്പ്. പൈപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് സിമെൻറ്റ് റേഷ്യോ എത്രയാണ്? ഉത്തരം 1:2:2 ആണ്. 1:2:2. ഓക്കെ, അടുത്ത ചോദ്യം, ദ സ്പെസിഫിക്കേഷൻ ഓഫ് ഓർഡിനറി പൈപ്പ് ആസ് പെർ IS പ്രകാരം സാധാരണ പൈപ്പിൻ്റെ IS നമ്പർ എത്രയാണ്? IS 458 and 1971 ആണ്. 1971 ചാർട്ടിൽ 458 ആണ്. ഓക്കെ, 458 458/1971. ദെൻ ലൈഫ് ഓഫ് RCC പൈപ്പ്. RCC പൈപ്പിൻ്റെ ലൈഫ് എത്രയാണ്? 75 വർഷമാണ് RCC പൈപ്പിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇനി ലാർജ് ഡയമീറ്റർ ഹംഡ് പൈപ്പ്സ് ആർ ജോയിൻഡ് ബൈ. അധികം വലിയ ഹംഡ് പൈപ്പ് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യുന്നത്? കോളർ ജോയിൻ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതൊന്ന് പോയി കണ്ടു നോക്കാം. എങ്ങനെയാണ് കോളർ ജോയിൻ്റ്? പൈപ്പ് ജോയിൻറ്റിങ് മെത്തേഡ്സ് എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, ടെസ്റ്റ് പ്രഷർ ഓഫ് ക്ലാസ് 1 AC പ്രഷർ പൈപ്പ്. ക്ലാസ് 1 AC പ്രഷർ പൈപ്പിൻ്റെ ടെസ്റ്റ് പ്രഷർ എത്രയാണ്? 5 kg/cm². 5 kg/cm² ആണ് ക്ലാസ് 1 പൈപ്പിൻ്റെ ടെസ്റ്റ് പ്രഷർ. നമ്മൾ ടെസ്റ്റ് പ്രഷർ P1 P2 ക്ലാസ് പൈപ്പിൻ്റെ പ്രഷറൊക്കെ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂസ് ഓഫ് ആസ്ബറ്റോസ് സിമെൻറ്റ് പൈപ്പ് ഈസ് ബാൻഡ് ഇൻ മെനി കൺട്രീസ് ഓൺ ഹെൽത്ത് ഗ്രൗണ്ട്. ഈ ആസ്ബറ്റോസ് നിരോധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇനി ആസ്ബറ്റോസ് പൈപ്പ് മെയ്ഡ് ഫ്രം ആസ്ബറ്റോസ് സിമെൻറ്റ്. ഓക്കെ, ആസ്ബറ്റോസ് സിമെൻറ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ആസ്ബറ്റോസ് ഫൈബർ പ്ലസ് സിമെൻ്റ് ആണ് ആസ്ബറ്റോസ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി AC സാനിറ്ററി പൈപ്പ് ഹാവ്
സോക്കറ്റ് ആൻഡ് സ്പിഗോട്ടറ്റ്. സോക്കറ്റ് ആൻഡ് സ്പിഗോട്ടറ്റ്. അപ്പോൾ എ സി സാനിറ്ററി പൈപ്പ് ജോയിൻ ചെയ്യുന്ന മെത്തേഡ് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് മെത്തേഡായിരിക്കും. ഇത് എന്തിനാണ് എ സി സാനിറ്ററി പൈപ്പ് യൂസ് ചെയ്യുന്നത്? വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകാനും റെയിൻ വാട്ടർ കൊണ്ടുപോകാനാണ് എ സി സാനിറ്ററി പൈപ്പ് യൂസ് ചെയ്യുന്നത്. എ സി സാനിറ്ററി പൈപ്പ് യൂസ് ചെയ്യുന്നത് വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകാനും റെയിൻ വാട്ടർ കൊണ്ടുപോകാനാണ്. ഇനി എ സി പൈപ്പ് മാനുഫാക്ചറിങ്ങിനകത്ത് എന്തൊക്കെയാണുള്ളത്? ആസ്ബറ്റോസ് ഫൈബറും പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആൻഡ് സിലിക്ക. ആസ്ബറ്റോസ് ഫൈബർ, പോർട്ട്ലാൻഡ് PCC ആൻഡ് സിലിക്കയാണ്. PCC അല്ല PC ആണ്. ഓക്കെ. വാട്ട് ആർ ദ ഡയമീറ്റർ ഓഫ് എ സി പൈപ്പ്സ് അവൈലബിൾ? എ സി പൈപ്പ്സ് അവൈലബിൾ ആയ ഡയമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 50 മുതൽ 1000 mm വരെയാണ് എ സി പൈപ്പിൻ്റെ ഡയമീറ്റർ വരുന്നത്. 50 മുതൽ 1000 mm വരെ. ഓക്കെ. സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീൽ പൈപ്പ്. സ്റ്റീൽ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജ്? ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും അല്ലേ? ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ റസ്റ്റ് ഫ്രീ ആയിരിക്കും. സ്റ്റീൽ പൈപ്പാണെങ്കിൽ, സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിൽ റസ്റ്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ. എവിടെയാണ് സ്റ്റീൽ പൈപ്പ് ഉപയോഗിക്കേണ്ടത്? വേർ സ്റ്റീൽ പൈപ്പ്സ് ആർ സ്യൂട്ടബിൾ ഇൻ സ്മോൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്സ്. ചെറിയ സൈസ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലൊക്കെ ഉപയോഗിക്കേണ്ടത് സ്റ്റീൽ പൈപ്പാണ്. ഓക്കെ. സ്റ്റേറ്റ് ദ 2 അഡ്വാൻറ്റേജസ് ഓഫ് PVC പൈപ്പ്. PVC പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിസഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ റസ്റ്റ് ഫ്രീ ആണ്, അതേപോലെ തന്നെ നമുക്ക് കോസ്റ്റ് കുറവാണ്, വെയിറ്റ് കുറവാണ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ഹോട്ട് വാട്ടർ എന്നാണ് തിയററ്റിക്കൽ ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്നത് CPVC ആണ്. ഹോട്ട് വാട്ടറിന് യൂസ് ചെയ്യുന്നത് CPVC. അപ്പോൾ ഇത് നോർമൽ 70 ഡിഗ്രി വരെ PVC പൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. 70 ഡിഗ്രി കേട്ടോ, 70 ഡിഗ്രി. ഇനി PVC പൈപ്പ്, ഹൗ ദ PVC പൈപ്പ്സ് ഡെസിഗ്നേറ്റഡ്. PVC പൈപ്പ് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ. ഔട്ടർ ഡയമീറ്റർ ഓഫ് ദി പൈപ്പാണ് PVC പൈപ്പിൻ്റെ ഡയമീറ്റർ എടുക്കുന്നത്. ഔട്ടർ ഡയമീറ്ററാണ് PVCക്ക് എടുക്കുക, ഔട്ടർ ഡയമീറ്റർ. ഓക്കെ. ഇനി 2 ടൈപ്സ് ഓഫ് PVC പൈപ്പ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LDPE ആൻഡ് HDPE. 2 ടൈപ്പ്, ലോ ഡെൻസിറ്റി പോളിയെത്തിലീനും ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീനും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, HDPE. അപ്പോൾ ആ ചാനൽ ഷോർട്ടാണ്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. HDPE പൈപ്പ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസും. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് PVC പൈപ്പ്. PVC പൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്ററാണ്. നമുക്ക് പക്ഷേ ഇവിടെ പർച്ചേസ് 5 മീറ്ററാണ്. അത് ആലോചിക്കുക, എക്സാമിന് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ. സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ പൈപ്പ്. കോപ്പർ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നോട്ട് ലയബിൾ ഫോർ കൊറോഷൻ സംഭവിക്കില്ല എന്നത് തന്നെയാണ് കോപ്പർ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസ്. കോപ്പർ പൈപ്പ് നോർമലി യൂസ് ചെയ്യുന്നത് HVAC സിസ്റ്റത്തിലാണ്. ഹീറ്റ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്ഥലത്താണ് കോപ്പർ പൈപ്പ് യൂസ് ചെയ്യാറ്. ഓക്കെ. വൈ ലെഡ് പൈപ്പ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ വാട്ടർ സപ്ലൈ ലൈൻസ്. ലെഡ് പൈപ്പ് വാട്ടർ സപ്ലൈ ലൈനിൽ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? അത് പോയിസണസ് ആണ്. ഇപ്പോൾ ലെഡ് പൈപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴും സാനിറ്ററി സിസ്റ്റത്തിലാണ്. ലെഡ് പൈപ്പ് ഹാവ് 100 years ഓഫ് ലൈഫ് സ്പാൻ. ഓക്കെ. ഇനി സ്റ്റേറ്റ് ദ 2 ടൈപ്സ് ഓഫ് CI പൈപ്പ് ജോയിൻറ്റ്സ്. 2 ടൈപ്പ് CI പൈപ്പ് ജോയിൻറ്റ്സ്, കാസ്റ്റ് അയൺ പൈപ്പ് ജോയിൻറ്റ്സ് പറയുക എന്നുള്ളത്. ബെൽ ആൻഡ് സ്പിഗോട്ടും ഉണ്ട്, അതേപോലെ ഫ്ലാഞ്ചഡ് ജോയിൻ്റ് ഉണ്ട്. ഫ്ലാഞ്ചഡ് ജോയിൻ്റ് ആകുമ്പോൾ വെൽഡഡ് ജോയിൻറ്റിലേക്ക് മാറും. ഓക്കെ. വേർ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ആർ യൂസ്ഡ്. എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ടൈപ്സ് ഓഫ് പൈപ്പ് ജോയിൻറ്റ്സ് എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. വേർ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ആർ യൂസ്ഡ്. എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? പൈപ്പ്സ് കൺട്രാക്ട്സ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പൈപ്പ് ചുരുങ്ങുകയും നീളുകയും ചെയ്യുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഏതാണ്? എക്സ്പാൻഷൻ ജോയിൻറ്റ്. ആൻഡ് അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ സപ്ലൈക്കും യൂസ് ചെയ്യുന്നത് എക്സ്പാൻഷൻ ജോയിൻ്റാണ്. ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി വേർ ആർ ഫ്ലാഞ്ചഡ് ജോയിൻറ്റ് പ്രിഫേർഡ്. ഇൻ ടെമ്പററി പൈപ്പ് ലൈൻസിനാണ് ഫ്ലാഞ്ചഡ് ജോയിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഫ്ലാഞ്ചഡ് ജോയിൻ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലം ഏതാണ്? ഷുഡ് നോട്ട് ബി യൂസ്ഡ്. എവിടെയാണ്? പൈപ്സ് ഹാവ്സ് ടു ബി എ വൈബ്രേഷൻ ഓർ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഫ്ലാഞ്ചഡ് ജോയിൻ്റ് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം നട്ട് ബോൾട്ട് സിസ്റ്റം ആയിരിക്കും. നട്ട് ബോൾട്ട് ലൂസാകാനും ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫ്ലെക്സിബിൾ ജോയിൻ്റ് എവിടെയാണ് ഉപയോഗിക്കുക? ഫ്ലെക്സിബിൾ ജോയിൻ്റ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ കറക്റ്റ് ആ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. വെർ സെറ്റിൽമെൻറ്റ് ഈസ് ലൈക്ലി ടു ഒക്കോർ ആഫ്റ്റർ ലേയിങ്. താഴെ കുഴിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ്. ഇനി സ്ക്രൂ ജോയിൻ്റ്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ സ്ക്രൂ ജോയിൻ്റ് ടു മേക്ക് ഇറ്റ് വാട്ടർ ടൈറ്റ്? സ്ക്രൂ ജോയിൻറ്റിനകത്ത് വാട്ടർ ടൈറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സിങ്ക് പെയിൻറ്റും ഹെംബിയാൺ ആൻഡ് ടാപ്സ് ആണ്. ഹെംബിയാൺ എന്ന് പറയുന്നത് നമ്മുടെ പരുത്തി നൂലൊക്കെ. സിങ്ക് പെയിൻറ്റ്, ഹെംബിയാൺ ആൻഡ് ടാപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇൻ എക്സ്പാൻഷൻ ജോയിൻ്റ് സോക്കറ്റ് ആൻഡ് മൂവ്സ്. യെസ്, എക്സ്പാൻഷൻ ജോയിൻ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റിനകത്ത് സോക്കറ്റ് എൻഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? സോക്കറ്റ് എൻഡ് ഫോർവേഡ് ആണ് മൂവ് ചെയ്യുക. സോക്കറ്റ് എൻഡ് ഫോർവേഡാണ് മൂവ് ചെയ്യുക. സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ടൈപ്പ് ജോയിൻ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഈ ജോയിൻറ്റിന് പുറത്ത് ഇവിടെ വെച്ചിട്ട് ഒരു ടെമ്പർ വേറെ സംഭവം കൂടെ ഉണ്ടാവും. ഇപ്പോൾ വാട്ടർ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മുടെ ഒരു ഷേപ്പുള്ളൊരു വസ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് ഫോർവേഡായിരിക്കും. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ? ഫോർവേഡാണ്. റേഷ്യോ ഓഫ് സിമെൻറ്റ് മോർട്ടാർ യൂസ്ഡ് ഫോർ കോളർ ജോയിൻറ്റ്. കോളർ ജോയിൻറ്റിന് ഉപയോഗിക്കുന്ന സിമെൻറ്റ് മോർട്ടാറിൻ്റെ റേഷ്യോ എന്താണ്? 1:1 ആണ്. കോളർ റേഷ്യോൻ്റെ അകത്ത് സിമെൻറ്റ് മോർട്ടാർ ഫില്ല് ചെയ്യും എന്നുള്ളൊരു പോയിൻ്റ് കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ആർ കോമൺലി യൂസ്ഡ് ഫോർ ജോയിനിങ് പമ്പിങ് സ്റ്റേഷൻ, ഫിൽറ്റർ പ്ലാന്റ്സ് എറ്റ്സെട്ര. അവിടേക്ക് യൂസ് ചെയ്യുന്ന കോമൺ ജോയിൻ്റ് ഏതാണ്? ഫ്ലാഞ്ചഡ് ജോയിൻ്റ് ആണ്. ഇനി GI പൈപ്പ്സ് ആർ ജോയിൻറ്റഡ് വിത്ത്. GI പൈപ്പ് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യുന്നത്? സ്ക്രൂവ്ഡ് ജോയിൻ്റ്. GI പൈപ്പ് ഉപയോഗിക്കുന്നത് സ്ക്രൂവ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രെഡ് തിരിച്ച് കയറ്റുന്ന ടൈപ്പ് ജോയിൻ്റ് ആണ് കേട്ടോ, സ്ക്രൂവ്ഡ് ജോയിൻ്റ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഹെംപ് പാക്കിംഗ് ഇൻ പൈപ്പ് ജോയിൻറ്റ്? ഹെംപ് പാക്കിംഗ് പൈപ്പ് ജോയിൻറ്റിൽ എന്തിനാണ് ചെയ്യുന്നത്? ടു കീപ് ജോയിൻ്റ് വാട്ടർ ടൈറ്റ്. ഓക്കെ. ഫ്ലെക്സിബിൾ ജോയിൻ്റ് ഓൾസോ നോൺ ആസ്. ഫ്ലെക്സിബിൾ ജോയിൻ്റ് വേറൊരു പേരെന്താണ്? ബോൾട്ട് ആൻഡ് സോക്കറ്റ് ഓർ യൂണിവേഴ്സൽ ജോയിൻ്റ്. യൂണിവേഴ്സൽ ജോയിൻ്റ്, ഫ്ലെക്സിബിൾ ജോയിൻ്റ്, ബോൾട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്. യൂണിവേഴ്സൽ, ഫ്ലെക്സിബിൾ, ബോൾട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്. ഡാഷ് ജോയിൻ്റ് ഈസ് യൂസ്ഡ് അറ്റ് സച്ച് പ്ലേസസ് വെയർ സെറ്റിൽമെൻറ്റ് ഈസ് ലൈക്ലി ടു ഒക്കോർ ആഫ്റ്റർ ലേയിങ് ദ പൈപ്പ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏത് ജോയിൻ്റാണ് ഉപയോഗിക്കുക? ഫ്ലെക്സിബിൾ ജോയിൻ്റ്. നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ വേറെ രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആഫ്റ്റർ അപ്ലൈയിങ് സോൾവൻറ്റ് ആൻഡ് സിമെൻറ്റ് ഇൻസേർട്ട് ഇൻ ദ പൈപ്പ് സോക്കറ്റ് ടു ഇറ്റ്സ് ഫുൾ ഡെപ്ത് ആൻഡ് ടേൺ ഇറ്റ് ത്രൂ ആൻ ആംഗിൾ. എത്ര ഡിഗ്രി തിരിക്കണം? അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എത്ര ഡിഗ്രി തിരിക്കണം? പക്ഷേ സോൾവൻറ്റ് സിമെൻറ്റ് ജോയിൻറ്റിലാണ് കേട്ടോ, സോൾവൻറ്റ് സിമെൻറ്റിലാണ്. അപ്പോൾ സോക്കറ്റിനകത്ത് കയറ്റിയിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതുകൊണ്ട് ഈ ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് നോക്കുക. ബിഫോർ സോൾവൻറ്റ് സിമെൻറ്റ് അപ്ലൈയിങ് ദ ഔട്ട്സൈഡ് സർഫസ് ഓഫ് ദ PVC പൈപ്പ് ആൻഡ് ഇൻസൈഡ് ഓഫ് ദ ഫിറ്റിംഗ് മേ ബി റഫ്ഡ് വിത്ത്. സോൾവൻറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് PVCൻ്റെ പുറംഭാഗവും അകംഭാഗവും എന്തുകൊണ്ടാണ് റഫ് ചെയ്യേണ്ടത്? എമരി പേപ്പർ. എമരി പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ സാൻഡ് പേപ്പർ എന്ന് പറയുന്ന പേപ്പറാണ് എമരി പേപ്പർ. ഓക്കെ. ഇനി ദ വിഡ്ത്ത് ഓഫ് ദി, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ദ വിഡ്ത്ത് ഓഫ് ദി ട്രെഞ്ച് ഷാൾ ബി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി PVC പൈപ്പ് പ്ലസ് ഇത്ര സെൻറ്റിമീറ്റർ ആണ്. അഥവാ നമ്മളൊരു കുഴിയിൽ ചാല് കുഴിച്ച് പൈപ്പ് ഇടുന്ന സമയത്ത് ഈ ചാലിൻ്റെ വീതി എത്രയായിരിക്കണം എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതിൻ്റെ PVC പൈപ്പിൻ്റെ
സൈസ് പ്ലസ് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും എക്സസ് ആയിട്ട് കുഴിക്കേണ്ടത്. അപ്പോൾ പി വി സി പൈപ്പിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും? പി വി സിൻ്റെ ഡയമീറ്റർ എങ്ങനെയാണ് പറയുക? ഔട്ട് സൈഡ് ഡയമീറ്ററാണ് പി വി സി പൈപ്പിൻ്റെ സൈസ് പറയുക. OD പ്ലസ് 30 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. OD പ്ലസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ വീഡിയോ ഒന്നുകൂടി 1-2 പ്രാവശ്യം ആവർത്തിച്ച് കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ പ്ലീസ് കമൻറ്റ് ഇറ്റ് ഓൺ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.